Hello, welcome back to Learnino. December 16th നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ടെക്നീഷ്യൻ മെഡിക്കൽ ഇലക്ട്രോണിക്സ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, 50 ക്വസ്റ്റ്യൻസ്. സോ നെക്സ്റ്റ് 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കുന്നത്. സോ ആൻസറും അതിന്റെ ഡീറ്റെയിൽസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ആൻസറിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Question 51. Which of the following materials are commonly used to make thermistors? Thermistors ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓപ്ഷൻസ് gallium and arsenic, silicon and german, ceramic and metal oxides, carbon and lead. So മെയിൻ ആയിട്ട് thermistors ഉണ്ടാക്കാനായിട്ട് മെറ്റൽ ഓക്സൈഡ്സ് യൂസ് ചെയ്യും, then polymers യൂസ് ചെയ്യും, സിലിക്കൺ യൂസ് ചെയ്യും, സെറാമിക്സ് യൂസ് ചെയ്യും. സോ ഫ്രം ദ ഓപ്ഷൻസ് നമുക്ക് സെറാമിക് ആൻഡ് മെറ്റൽ ഓക്സൈഡ് എന്നുള്ള ഓപ്ഷൻ സി നമുക്ക് ചൂസ് ചെയ്യാം. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ എ ടൈപ്പ് ടി തെർമോകപ്പിൾ. ടൈപ്പ് ടി തെർമോകപ്പിൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ്. സോ അയേൺ ആൻഡ് കോൺസ്റ്റന്റൈൻ, കോപ്പർ ആൻഡ് കോൺസ്റ്റന്റൈൻ, ക്രോമൽ ആൻഡ് അലുമൽ, പ്ലാറ്റിനം ആൻഡ് പ്ലാറ്റിനം റോഡിയം. സോ മെറ്റീരിയൽസ് ഏതൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു രീതിയിലും കൂടെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ടൈപ്പ് ടി തെർമോകപ്പിൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കോപ്പർ ആൻഡ് കോൺസ്റ്റന്റൈൻ ആണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. Next one, which of the following characteristics is preferred for strain gauge material? Strain gauge material prefer ചെയ്യുന്ന characteristics ഏതാണ്? High resistivity, high temperature sensitivity, high hysteresis, high thermal EMF. എല്ലാം high എന്നാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. hysteresis ഒക്കെ low ആയിരിക്കണം ഈ strain gauge material. അപ്പൊ ഇതില് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ strain gaugeന്റെ characteristics ആയിട്ട് വരുന്നത് high resistivity എന്നുള്ളതാണ്. ഓപ്ഷൻ A is the correct answer. Next one, in a PMMC instrument, the accuracy of the meter can be affected by temperature changes. Temperature change കൊണ്ട് അതിന്റെ accuracy change വരാം. Which of the following components is most affected to temperature leading errors? Temperature leading errorsന് കൂടുതൽ affect ആവുന്നത് ഏത് component ആണെന്നാണ്. Permanent magnetic field strength, damping system, calibration of the scale, resistance of the moving coil. ടെമ്പറേച്ചർ ലീഡിങ് എറേഴ്സ് കൂടുതലും അഫക്റ്റ് ആവുന്നത് മൂവിംഗ് കോയിലിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഇഫ് എ PMMC ammeter with a resistance of 1 ohm and full scale current of 1 ampere is modified to measure currents up to 10 ampere, the required shunt resistance is. അതായത് ഒരു PMMCയില് റെസിസ്റ്റൻസ് 1 ohm ഫുൾ സ്കെയിൽ കറണ്ട് 1 ampere ആണ്. അത് മോഡിഫൈ ചെയ്തു എന്തിനു വേണ്ടിയിട്ട്? 10 ആംപിയർ കറണ്ട് മെഷർ ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് ഷണ്ട് റെസിസ്റ്റൻസ് എത്രയായിരിക്കുന്നത്? അപ്പൊ നമുക്ക് ഫുൾ സ്കെയിൽ കറണ്ട് 1 ആംപിയറും ഇപ്പോൾ ഉള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഓമും ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാന്ന് നോക്കാം. അപ്പൊ V = IR വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 വോൾട്ട് എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഷണ്ട് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അവിടെ എന്ത് മാറുന്നില്ല? വോൾട്ടേജ് മാറുന്നില്ല. അതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് എത്ര കറണ്ട് മെഷർ ചെയ്യണം? 10 ആംപിയർ കറണ്ട് നമുക്ക് മെഷർ ചെയ്യണം. അപ്പൊ അവിടുത്തെ ഷണ്ട് റെസിസ്റ്റൻസ് പറയുന്നത് ടോട്ടൽ മൈനസ് നമുക്ക്, അതായത് 10 ആംപിയർ മൈനസ് 1 ആംപിയർ ആയിരിക്കും വരിക. അതായത് 9 ആംപിയർ. 1 വോൾട്ട് മാറുന്നില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഷണ്ട് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഷണ്ട് റെസിസ്റ്റൻസ് അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? V/I യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. V എന്ന് പറയുന്നത് 1 വോൾട്ട്, അതാണ് പറഞ്ഞത് വോൾട്ടേജ് ഡ്രോപ്പ് മാറുന്നില്ല. അപ്പൊ 1 വോൾട്ട് ഡിവൈഡഡ് ബൈ കറണ്ട്, ഷണ്ട് കറണ്ട് നമ്മൾ 10 ആംപിയർ മൈനസ് 1 ആംപിയർ, ദാറ്റ് ഈസ് 9. അപ്പൊ 1/9 എന്നുള്ള 1/9, അതായത് 1 വോൾട്ട് ബൈ 9 ആംപിയർ എന്നുള്ള ഒരു വാല്യൂ ആയിരിക്കും. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ, കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ അല്ല. സോ ഫ്രം ദ ഓപ്ഷൻസ് നമുക്ക് ഓപ്ഷൻ എ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്ക് 1/9 എന്നുള്ളത് 0.11 എന്നുള്ള ഒരു ഇതില്, അപ്പൊ ഓപ്ഷനിൽ നമുക്ക് ഏത് ചൂസ് ചെയ്യാം? ഓപ്ഷൻ എ ചൂസ് ചെയ്യാം. ഓക്കെ. Next one, the characteristics of permanent magnet moving iron instrument is a linear scale, uniform scale, no hysteresis loss, deflecting torque is proportional to the square of current. Permanent magnet moving iron instrument in the working principle എന്ന് പറയുന്നത് magnetic repulsion ആണ്.
അപ്പോൾ ഇവിടെ നമ്മൾ കറണ്ട് കോയിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിലൊരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഇറ്റ് കോസ് ഇൻ ഡിഫ്ലക്ഷൻ വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ കറണ്ട് ആയിരിക്കും, പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആയിരിക്കും. സോ നമുക്ക് ഓപ്ഷൻ ഡി കറക്റ്റ് ആയിട്ട് കൊടുക്കാം. Next, modulation technique mostly used for transmitting digital data in satellite telemetries, amplitude modulation, binary phase shift keying, frequency modulation and pulse width modulation. Binary phase shift keying ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ഓപ്ഷൻ ബി. Next one, a DSO has a bandwidth of 200 megahertz. What is the highest frequency it can measure accurately? ഒരു ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പിന്റെ ബാൻഡ്വിഡ്ത്ത് 200 മെഗാഹെർട്സ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി, മെഷർ ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാണ്? അപ്പോൾ 200 മെഗാഹെർട്സ് ആണെങ്കിൽ അത് തന്നെയായിരിക്കും ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത്. ഓപ്ഷൻ സി is the correct answer. Next one, in a ZRO, the horizontal amplifier is designed for. Options: high amplitude signal with a fast rise time, high amplitude signal with a slow rise time, low amplitude signals with a faster rise time, and a high frequency signal with a faster rise time. അപ്പോൾ ഇതിൽ ഹൈ ആംപ്ലിറ്റ്യൂഡ് സിഗ്നൽസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിത്ത് സ്ലോ റൈസ് ടൈം എന്നുള്ള ആൻസർ കൊടുക്കാം. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. Next one, telephone companies make use of Wheatstone bridge for measuring the telephone wire resistance, maintaining dial tones, locating the cable fault and computing the line strength. The Wheatstone bridge main ആയിട്ട് യൂസ് ചെയ്യുന്നത് കേബിൾ ഫോൾട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ സി. നെക്സ്റ്റ്, ഇൻ എ പ്രിഫറബിളി പോളറൈസബിൾ ഇലക്ട്രോഡ്, 4 സ്റ്റേറ്റ്മെന്റ് പോലെ തന്നിരിക്കുകയാണ്. അതിൽ ഏത് കറക്റ്റ് എന്നാണ് എടുക്കുന്നത്. There is no charge between the electrolyte boundary and the electrode behaves like a capacitor. There is no charge transfer between electrolyte boundary and the electrode behaves like an inductor. Then അടുത്തതില് behave like a diode തന്നിട്ടുണ്ട്. There is a charge transfer എന്ന് പറഞ്ഞിട്ട് behave like an inductor എന്ന് പറഞ്ഞിട്ട്. അതായത് preferably polarized electrode, there is no charge transfer between electrolyte boundary and electrode behaves like a capacitor ആയിട്ടായിരിക്കും വരുന്നത്. ഓപ്ഷൻ എ. Next, while using sphygmomanometer and stethoscope for measuring BP, the pressure on the upper arm is first inflated to a pressure above the systolic pressure. First വരുന്നത് above the systolic pressure ആയിരിക്കും. അത് 180 mm Hg അല്ലെങ്കിൽ higher എന്നുള്ള രീതിയിലായിരിക്കും വരിക. So option C. Next, in a compound light microscope, ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്, അതായത് ഒബ്ജക്റ്റീവ് ലെൻസ് എങ്ങനത്തെ ഇമേജ്, ഒബ്ജക്റ്റീവ് ലെൻസും ഐപീസും എങ്ങനത്തെ ഇമേജ് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഓരോ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത് റിയൽ ഇമേജും ഐപീസ് എന്ന് പറയുന്നത് വിർച്വൽ ഇമേജും ആണ് ഫോം ചെയ്യുന്നത് കോമ്പൗണ്ട് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ. സോ ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവ് ലെൻസ് ഫോംസ് റിയൽ ഇമേജ് ആൻഡ് ഐപീസ് ഫോംസ് ദ വിർച്വൽ ഇമേജ്. ഓപ്ഷൻ എ. നെക്സ്റ്റ്, ലൗഡ് waveform is an underdamped waveform produced by DC defibrillator, overdamped waveform produced by DC defibrillator, underdamped waveform produced by pacemaker, overdamped waveform produced by pacemaker. It is underdamped waveform produced by DC defibrillator. Next, when a person goes into deep sleep, the EEG signal becomes, EEG signal എന്തായിരിക്കും? Frequency കുറഞ്ഞ് high amplitude, low frequency എല്ലാ ഒരു സിഗ്നൽ ആയിട്ടായിരിക്കും വരിക. സോ ലോ ഫ്രീക്വൻസി വിത്ത് high amplitude, ഓപ്ഷൻ ബി. Next, amplitude of non-invasive surface EMG. Non-invasive surface EMG 0.0052 to 2 millivolt, 5 to 100, 150 to 200, 500 to 650. ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും, ആ ഒരു റേഞ്ചിലുള്ള വാല്യൂ ആയിരിക്കും വരുന്നത്. അപ് ടു 2 MB വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ. Next, X-ray imaging technology incorporates Specki diaphragm. It can reduce scatter radiation. It is placed between the patient and the X-ray film. രണ്ടും കറക്റ്റ് ആണ്. It can reduce the scatter radiation and it is placed between the patient and the X-ray film. So option D, both A and B is correct എന്നുള്ളതാണ് കറക്റ്റ് വരിക. Next, choose the correct option. Low frequency ultrasound will scatter more than high frequency ultrasound, and high frequency ultrasound will give better resolution than the low frequency. അതായത് ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. So low frequency ultrasound will scatter more than high frequency ultrasound. അത് കറക്റ്റ് അല്ല. High frequency ultrasound will give better resolution than low frequency ultrasound is the correct option. So option B, only B is the correct. Next one, standard which define the requirements for the nature and frequency of routine electrical testing of medical equipment. It is IEC 62353. Option D.
Next, full form of FMEA. It is failure, mode and effect analysis. Option C. Next, electromagnetic interference on pacemakers may occur due to the presence of electrosurgical unit, defibrillator, theft prevention security system, and audiometer. Electromagnetic interference occur ചെയ്യാനുള്ള കാരണം electrosurgical unit കാരണമാണ് defibrillator theft prevention security system. A, B and C are correct. So option A. Next, consider the following statement. അതിൽ ഏതൊക്കെ correct ആണ് correct അല്ല എന്നുള്ളതാണ്. Incubator has better regulation of temperature than an infant warmer. Correct. Incubator is less convenient for accessing the infant than infant warmer. അതായത് better regulation ആയിരിക്കും പക്ഷേ കൂടുതൽ convenient ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. Okay. It is less convenient for accessing the infant. So A യും B യും actually അതിനകത്ത് correct ആണ്. So both A and B are correct. Next, in a measurement using colorimeter, if the path length is doubled and the concentration of the solution is half, the absorbance will become double 4 times no change half. അപ്പോൾ അതിന് ആ റിലേഷൻ അറിയണം. അക്കോർഡിംഗ് ടു ബീഡ്സ് ലോ, അതായത് ബി ലംബർട്ട് ലോ എന്ന് പറയും. അപ്പൊ അതിലെ അബ്സോർബൻസ് എ ഇസ് ഈക്വൽ ടു ഒരു റിലേഷൻ ഉണ്ടാവും. ഇറ്റ് ഈസ് epsilon CL. C എന്ന് പറയുന്നത് stands for concentration and L for the path length and molar absorptivity എന്ന് പറയുന്നതാണ് എപ്സിലോൺ എന്നുള്ള സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ പാത്ത് ലെങ്ത് ഡബിൾ ആക്കുകയും കോൺസെൻട്രേഷൻ ഹാഫ് ആക്കുകയും ചെയ്യുന്നത്. അതായത് 1 into 2 ഒന്ന് 1/2 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? അബ്സോർബൻസിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. സോ നോ ചേഞ്ച് ഈസ് ദ കറക്റ്റ് ആൻസർ. Next, centrifuges are used for separating materials based on. It is based on density. Option B. Next, choose the correct answer in spectrophotometry. Now, diffraction grating can be used as monochromator to transmit narrow band of wavelength of light. Prism can be used as monochromator to transmit narrow band of wavelength of light. ഇതില് diffraction grating നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Then അതേപോലെ തന്നെ നമ്മൾ പ്രിസണും യൂസ് ചെയ്യുന്നുണ്ട്. So option both A and B are correct. Option A is the correct answer. Next, ultrasound echoes are plotted on a graph in which horizontal axis represents the depth into the patient and the vertical axis represents the amplitude of the return echo. Which method of display is it is? It is A mode അല്ലെങ്കിൽ നമ്മൾ amplitude mode എന്ന് പറയുന്നതാണ്. Option C. Next, high speed refrigerated centrifuge often maintains a temperature of nearly 4 degrees Celsius ആണ് വരുന്നത്. Option A. Anode supply voltage of shortwave diathermy is 4000 volts. Option C. Choose the correct answer by comparing diagnostic and therapeutic X-ray. The therapeutic X-ray employs higher kV and longer exposure time than the diagnostic X-ray is the correct statement. Option A. Which of the following devices use aerosol for delivering medication? Aerosol use in the nebulizer. Option D. In 8085, how many bit program counter is available? 8085 നമുക്ക് വരുന്നത് 16 bit ആണ്. Next, the address bus is dash bit wide in 8086 microprocessor. It is 20 bit address bus. The 8086 fetches instruction one after another from dash of the memory, from the code segment of the memory. Option B. Next one, the 8086 operates in dash mode if mn bar mx is low. Mn minimum maximum. അതിൽ low ആവുന്ന സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. മാക്സിമം മോഡിലായിരിക്കും. Next one, what is the content of accumulator 8085 microprocessor after the execution of XRF0H instruction? അത് അറിഞ്ഞിരിക്കണം. അതായത് എങ്ങനെയാണ് ക്ലിയർ ദ അപ്പർ ബിറ്റ് ആണോ കോംപ്ലിമെന്റ് ലോവർ ബിറ്റ് ആണോ അപ്പർ ബിറ്റ്സ് ആണോ ലോവർ ബിറ്റ് ക്ലിയർ ചെയ്യണോ കോംപ്ലിമെന്റ് ചെയ്യാണോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ F0H ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യൂസ് ടു കോംപ്ലിമെന്റ് ദ അപ്പർ 4 ബിറ്റ്സ് ഓഫ് ദ അക്യുമുലേറ്റർ. XRF0FH വരുമ്പോഴാണ് കോംപ്ലിമെന്റ് ദ ലോവർ ബിറ്റ്സ് വരുന്നത്. ആൻഡ് ANI0H വരുമ്പോഴാണ് ക്ലിയർ ദ ലോവർ 4 ബിറ്റ്സ് ആൻഡ് ANI0FH വരുന്ന സമയത്താണ് ക്ലിയർ ദ അപ്പർ 4 ബിറ്റ്സ്. അപ്പൊ അത് നാലും ഒന്ന് പഠിച്ചു വെക്കുക. So here it is complement the upper 4 bits of the accumulator. Option D. Next one, for a power on DC circuit of 805 the capacitor should be of capacitor use ചെയ്യുന്നത് typical value എന്ന് പറയുന്നത് 10 microfarad ആണ് വരുന്നത്. Okay.
Next, number of pins for 8051 in DIP is it is 40. 40 pins are there. Next, how many SFR are there in 8051? 8051 21 SFRs. What would be the content of the accumulator after execution of the instruction? Move A, SP just after system reset കഴിയുന്ന സമയത്ത് stack pointer SP ൽ വരുന്നത് 07H ആണ് വരുന്ന option. The external interrupt of 8051 microcontroller external interrupts എന്ന് പറയുന്നത് INT0 and INT1. Next, which electrolyte is used in carbon zinc dry cell main ആയിട്ട് യൂസ് ചെയ്യുന്ന ammonium chloride option B. When 6 cells of 1.5 volt each are connected in parallel across a load, the output voltage would be 6 cells നമ്മൾ 1.5 വോൾട്ടിലെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? അത് തന്നെയായിരിക്കും, പാരലൽ ആയിട്ടല്ലേ കണക്ട് ചെയ്യുന്നത്. സോ സെയിം 1.5 വോൾട്ട്. Which of the following statement is not correct about lead acid battery? The positive plate is lead peroxide. Electrolyte used in lead acid battery is dilute sulfuric acid. During charging, carbon monoxide gas is liberated. Chemical action takes place according to Faraday's law. അതായത് എന്തായാലും ചാർജ് ചെയ്യുന്ന സമയത്ത് കാർബൺ മോണോക്സൈഡ് ലിബറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കറക്റ്റ് അല്ല. സോ ഓപ്ഷൻ സി. Which component differentiate offline UPS from online UPS? Battery bank, transfer switch, inverter, and rectifier. So differentiate the main transfer switch എന്നുള്ളതാണ് option B. Next one, the time duration for a UPS having battery capacity 12 volt 80 ampere hour which is connected to a load of 200 watts. അപ്പോൾ ടൈം ഡ്യൂറേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ബാറ്ററി കപ്പാസിറ്റി തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഇത് എത്ര ലോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് 200 വാട്ട് ലോഡ് പവറും തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ടോട്ടൽ എനർജി കപ്പാസിറ്റി ഓഫ് ബാറ്ററി ഇൻ വാട്ട് എവർ അറിയണം. അതിന് ബാറ്ററി വോൾട്ടേജ് ഇൻറ്റു നമുക്ക് തന്നിട്ടുള്ള കപ്പാസിറ്റി 12 വോൾട്ട് ആണ്. അപ്പൊ 12 ഇൻറ്റു 80 ആംപിയർ അവർ നമുക്ക് ചെയ്യുമ്പോൾ 960 വാട്ട് എവർന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് എത്ര ടൈം ആണ്, വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ റൺ ടൈം by dividing the battery capacity with the load power. Load power 200 ആണ് തന്നിരിക്കുന്നത്. So 960 whatever divided by 200 watts ചെയ്യുമ്പോഴാണ് നമുക്ക് റൺ ടൈം കിട്ടുന്നത്. So the value is nearly 4.8 hours. 960 by 200. So option D. Next, a typical glass optical fiber is about dash in diameter. It is about 125 micrometers ആണ് വരുന്നത്. So 125 എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം റേഞ്ച് 100 to 250 എന്നുള്ളത് എടുക്കാം. ഓപ്ഷൻ സി. Next one, dash fibers are ideally suited for high bandwidth very long haul using laser sources. Multi-mode grade index, multi-mode step index, single mode and coaxial. Single mode fibers are used for high bandwidth. Okay. Next one. In optical fiber communication, LED source can be modulated up to a frequency of 100 megahertz. The number of signals transition per second is called a dash, which is characteristics of communication system. Number of signal transition per second എന്ന് പറയുന്നത് എന്താണ്? baud rate ആണ്. And the last question, the dispersion is produced by the properties of core material, line width of the light passing through fiber, core diameter, both A and B. Core material വരുന്നുണ്ട്, it is produced by the properties of fiber material, waveguide structure ആണ് വരുന്നത്. അപ്പോൾ line width of the light passing through the fiber. രണ്ടും ശരിയായിരിക്കും, രണ്ട് ഓപ്ഷൻസും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ബോത്ത് എ ആൻഡ് ബി എന്നുള്ളത് കൊടുക്കാം. എന്തായാലും ഫൈബറിന്റെ മെറ്റീരിയലും അതിന്റെ പ്രോപ്പർട്ടീസും വേവ്ഗൈഡ് സ്ട്രക്ചറും ആണ്, അത് കാരണമാണ് നമുക്ക് ഡിസ്പേർഷൻ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ ആൻഡ് ബി കറക്റ്റ് ആണ്. ഓക്കെ, സോ 100 ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഇത് നമുക്ക് ഇപ്പം എക്സാം എഴുതിയത് വെച്ച് നമുക്ക് ഏകദേശം എത്ര മാർക്ക് കിട്ടും എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും. ഫൈനൽ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. ഒപ്പം നെക്സ്റ്റ് ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു റെഫറൻസ് ആയിട്ട് കൂടെ നമുക്ക് ഒരു ഇത് കാണാം. അപ്പൊ നിങ്ങൾക്ക് എക്സ്പെക്ടഡ് മാർക്സ് എത്രയാന്നുള്ളത് കൂടെ ഒന്ന് പറയാം. താങ്ക് യു.